തൃക്കേട്ട നക്ഷത്ര ജാതകർക്ക് ഒരു വലിയ സൗഭാഗ്യം വന്നു ചേരാൻ പോകുന്നു. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങൾക്കൊക്കെ ഒരു അവസാനമായി ഭാഗ്യത്തിലേക്ക് കടക്കുന്ന സമയമാണ് തൃക്കേട്ട നക്ഷത്ര ജാതകർ. തൃക്കേട്ട നാളിൻ്റെ അവസാന കാൽഭാഗത്തിന് ഗണ്ഡാന്തം എന്ന ദോഷമുണ്ട്. തൃക്കേട്ട നക്ഷത്രത്തിൽ ഒരു കുട്ടി ജനിച്ചാൽ ആ കുടുംബത്തിൽപ്പെട്ട ചിലർക്കെല്ലാം ചില ദോഷങ്ങൾ സംഭവിക്കുന്നതായി കണ്ടിട്ടുണ്ട്. തൃക്കേട്ടയുടെ ഒന്നാം പാദത്തിൽ ജനനമുണ്ടായാൽ ജ്യേഷ്ഠനും, രണ്ടാം പാദത്തിൽ ജനനമുണ്ടായാൽ അനുജനും, മൂന്നാമത്തെ പാദത്തിൽ ജനിച്ചാൽ പിതാവിനും, നാലാം പാദത്തിൽ ജനിച്ചാൽ തനിക്ക് തന്നെയും ആപത്തുണ്ടാകുമെന്നാണ് അഭിപ്രായം. തൃക്കേട്ട നാളിനെ 10 ഭാഗിക്കുക. അതിൻ്റെ ഓരോ ഭാഗത്തും ജനിച്ചാൽ യഥാക്രമം മാതാവിൻ്റെ മാതാവ്, മാതാവിൻ്റെ പിതാവ്, മാതാവിൻ്റെ സഹോദരി, മാതാവ്, താൻ, തൻ്റെ വംശം, മാതാപിതാക്കളുടെ ഇരുവരുടെയും വംശം, ഭാവി തലമുറ, ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ പിതാവ്, കുടുംബം മുഴുവൻ എന്നിവർക്ക് ദോഷമുണ്ടാവുമെന്നാണ് മറ്റൊരഭിപ്രായം. ദോഷങ്ങൾ പൂർണ്ണമായി അനുഭവത്തിൽ വരാൻ ജനന സമയത്തെ ഗൃഹനില കൂടി പരിഗണിക്കേണ്ടതാണ്. ബുധദശയിൽ ആരംഭിക്കുന്ന ദശാകാലം കേതു, ശുക്രൻ, രവി, ചന്ദ്രൻ, കുജൻ, രാഹു, ഗുരു എന്നിങ്ങനെ കടന്നു പോകുന്നു. എന്നാൽ 2025 ഭാഗ്യത്തിലെത്തുന്ന ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങൾക്കൊക്കെ വിട നൽകി ഒരുപാട് രക്ഷപ്പെടുന്ന നക്ഷത്രജാതകരിൽ തൃക്കേട്ട നക്ഷത്രജാതകരും ഉണ്ടാകും എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഇവരുടെ സങ്കടങ്ങൾ ഒക്കെ അവസാനിക്കും. ഇവർ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇവർക്ക് 2025 ലഭിക്കുക തന്നെ ചെയ്യും. എല്ലാ കാര്യത്തിലും അങ്ങേയറ്റം ശ്രദ്ധയോടെ മനസ്സിലാക്കുന്നതിന് ശേഷം മാത്രമേ ഒരു തീരുമാനമെടുക്കുകയുള്ളൂ തൃക്കേട്ട നക്ഷത്രജാതകർ. ഇവരുടെ പ്രവർത്തനത്തിൽ ഒരു രഹസ്യ സ്വഭാവം നിലനിൽക്കും. ഇവരുടെ ബാല്യം കഷ്ടതകൾ നിറഞ്ഞതായിരിക്കും. ഭാവിയിലുണ്ടാകുന്ന ഏത് പ്രശ്നത്തെയും തരണം ചെയ്യാനുള്ള മനക്കരുത്ത് ഇവർക്കുണ്ടാകുന്നു. മറ്റുള്ളവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളിൽ അങ്ങേയറ്റം ആത്മാർത്ഥതയോടെ സഹായിക്കാൻ ഇവർ താൽപ്പര്യപ്പെടാറുണ്ട്. ചൊവ്വയുടെ രാശിയായതുകൊണ്ട് എതിരാളികളോട് നിർദാക്ഷിണ്യം പെരുമാറുന്നവരായിരിക്കും. അധ്യാപന വൃത്തിയിൽ കഴിവുള്ളവരായിരിക്കും. സ്ഥിരമായ ഒരു അഭിപ്രായം ഇവർക്കുണ്ടായിരിക്കുകയില്ല. ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ചെയ്തു തീർക്കുക എന്നത് ഇവരുടെ പ്രത്യേകതയാണ്. 2025 ഇവരെ സംബന്ധിച്ച് സൗഭാഗ്യ സമ്പന്നതയുടെ സമയം തന്നെയാണ്. ധാരാളം ധനം വന്നു ചേരുന്നു. ജീവിതത്തിലെ ക്ലേശ ദുരിത ദുഃഖങ്ങളൊക്കെ മാറുന്നു. ചില ക്ഷേത്ര ദർശനങ്ങൾ, ചില വഴിപാടുകൾ ഒക്കെ നടത്തി ഇവർ മുന്നോട്ട് പോവുക. കഴിയുമെങ്കിൽ തുടർച്ചയായി ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ മാസത്തിൽ ഒരു തവണയെങ്കിലും ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. അതൊക്കെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾക്കും ഭാഗ്യങ്ങൾക്കും കാരണമാകും. കാലങ്ങളായി ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നടക്കുന്നില്ല എന്നു തന്നെയാണ് ഇവരുടെ ജീവിതത്തിൽ ഉള്ള ഏറ്റവും വലിയ പാകപ്പിഴ. പലപ്പോഴും പല കാര്യങ്ങളും നടക്കണം എന്നാഗ്രഹിക്കും. അതിലേറ്റവും പ്രാധാന്യമേറിയതാണ് ക്ഷേത്രദർശനം. പക്ഷെ പലപ്പോഴും അത് നടക്കുന്നില്ല. തിരുപ്പതി, കാളഹസ്തി ഇവിടെയൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോയാൽ തീർച്ചയായും ഈ നക്ഷത്രജാതകർക്ക് വലിയ സൗഭാഗ്യം, വലിയ നേട്ടം ഇവർക്ക് വന്നു ചേരും. ക്ഷിപ്രകോപികളും സരസതയോടൊപ്പം വിരസതയും ഇവർക്ക് പെട്ടെന്ന് ഉണ്ടാകാറുണ്ട്. തൃക്കേട്ട നക്ഷത്രജാതകർക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. തൃക്കേട്ട നക്ഷത്രജാതകർ ആരോടും എന്തും തുറന്നു പറയുന്ന പ്രകൃതക്കാരാണ്. ദുരഭിമാനികളും പക്ഷിമൃഗാദികളോട് കരുണയുള്ളവരും ഭോഗസുഖങ്ങളിൽ തൽപരരും ആയിരിക്കും തൃക്കേട്ട നക്ഷത്രജാതകർ. പുതിയ ആശയങ്ങൾ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഇവരുടെ പ്രവർത്തനത്തിൽ യാതൊരു കാലതാമസവും ഉണ്ടായിരിക്കുകയില്ല. കഠിനാധ്വാനികളും ചിലപ്പോൾ പരുഷമായി സംസാരിക്കുന്നവരുമായിരിക്കും. വിദ്യാഭ്യാസത്തിൽ ഉന്നത നിലവാരം പുലർത്തും തൃക്കേട്ട നക്ഷത്രജാതകർ. എങ്കിലും എടുത്തുചാടി പ്രവർത്തിക്കുന്നവരും വീണ്ടും വിചാരമില്ലാതെ പ്രവർത്തിക്കുന്നവരും മൂക്കിൻ്റെ തുമ്പിൽ കോപമുള്ളവരായും കണ്ടുവരുന്നുണ്ട്.
മനസ്സിൽ ഒന്നും സൂക്ഷിച്ചു വെച്ച് പെരുമാറാനുള്ള കഴിവ് ഇവർക്ക് ഇല്ല. അതായത് മനസ്സിലൊന്നും സൂക്ഷിച്ചു വെക്കാനുള്ള കഴിവ് ഇക്കൂട്ടർക്ക് കുറവായതുകൊണ്ട് എല്ലാ കാര്യങ്ങളും എല്ലാവരോടും തുറന്നു പറഞ്ഞില്ലെങ്കിൽ മനസമാധാനം ഉണ്ടാവുകയില്ല. സഹനശക്തി തീരെ ഇവരുടെ കാര്യത്തിൽ കാണാറില്ല. തൃക്കേട്ട നക്ഷത്രക്കാർ നല്ല ആരോഗ്യവും മനോഹരമായ മുഖഭാവവും എന്തെങ്കിലും പ്രത്യേകതയുള്ള ദന്തങ്ങളോട് കൂടിയുള്ളവരും ആയിരിക്കും. ആരെയും വേദനിപ്പിക്കണമെന്ന ചിന്ത ഇവർക്കുണ്ടാവുകയില്ല. പനി, ഉദരം, ശ്വാസകോശം, പീനസം, നീരിളക്കം, നീർദോഷം എന്നിവയുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ ഇവർക്കുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. മാതാവിൻ്റെയും സഹോദരന്മാരുടെയും മറ്റു ബന്ധുക്കളുടെയും സഹായ സഹകരണങ്ങൾ ഇവർക്ക് ലഭിക്കാറില്ല. മുൻകോപം നിയന്ത്രിക്കാൻ തൃക്കേട്ട നാളുകാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇടയ്ക്കിടയ്ക്ക് ചില്ലറ വൈഷമ്യങ്ങൾ ഉണ്ടായാലും ഇവരുടെ വിവാഹ ജീവിതം പൊതുവെ സംതൃപ്തമായിരിക്കും. സത്സ്വഭാവിയും നല്ല കഴിവുള്ളവരുമായ ജീവിത പങ്കാളിയായിരിക്കും ഇവർക്ക് ലഭിക്കുന്നത്. ജീവിതം വഴിവിട്ടതാവാതിരിക്കാനുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള കഴിവ് ജീവിത പങ്കാളിക്ക് ഉണ്ടാകും. തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിക്കുന്ന സ്ത്രീകൾക്ക് ജീവിതത്തിൽ സുഖം തീരെ കുറവായാണ് കണ്ടുവരാറുള്ളത്. സന്താനങ്ങൾ ഉണ്ടാവാതിരിക്കുക, കുട്ടികളുടെ വിരഹ ദുഃഖം, ഭർത്തൃ വിയോഗം തുടങ്ങി പലവിധ ക്ലേശങ്ങളും അനുഭവിക്കേണ്ടതായി വരുന്നുണ്ട്. മറ്റു ചിലർക്ക് സാമ്പത്തികമായി കുറവും പരസഹായത്തോടുകൂടി ജീവിതവുമായിരിക്കും ഉണ്ടാവുക. പല വിധത്തിലുള്ള അപവാദങ്ങൾ കേൾക്കാൻ ഇടയുണ്ടാകും. ഇത് മനസ്സിനെ എപ്പോഴും വേദനിപ്പിച്ചുകൊണ്ടിരിക്കും. ആരോഗ്യപരമായി വളരെ ശോചനീയമായ അവസ്ഥയുണ്ടാകാനിടയുണ്ട്. ഗർഭസംബന്ധമായ അസുഖങ്ങൾക്ക് സാധ്യത വളരെ കൂടുതലാണ്. തൃക്കേട്ടയ്ക്ക് അശ്വതി വേദനക്ഷത്രമാണ്. എന്നിരുന്നാലും 2025 ഏറ്റവും അധികം സൗഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും തൃക്കേട്ട നക്ഷത്ര ജാതകർ എത്തും. അതായത് ഈ നക്ഷത്ര ജാതകരുടെ സമയം തെളിയുകയാണ് എന്ന് സാരം. ജീവിതത്തിൽ ആഗ്രഹിച്ചതും കുതിച്ചതുമൊക്കെ തൃക്കേട്ട നക്ഷത്ര ജാതകർ നേടിയെടുക്കുക തന്നെ ചെയ്യും. ഭാഗ്യമാണ്, ഉയർച്ചയാണ്. തൃക്കേട്ട നക്ഷത്ര ജാതകരുടെ വർഷഫലം, ജാതകം ഇവ ആവശ്യമുള്ളവർ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്, അയച്ചു തരുന്നതാണ്. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഒക്കെ എത്തുവാനുള്ള ഒരു വലിയ യോഗം തൃക്കേട്ട നക്ഷത്ര ജാതകർക്ക് ഇനി വന്നു ചേരും. ഇവർ ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ ഇവരുടെ ജീവിതത്തിൽ നടന്നു തന്നെ കിട്ടും. അത്രയധികം ഭാഗ്യത്തിലേക്കും അത്രയധികം ഉയർച്ചയിലേക്കുമാണ് ഇവർ എത്തുന്നത്. ഇനി സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും നാളുകൾ തന്നെയാണ്. ആഗ്രഹങ്ങളൊക്കെ നടക്കുന്ന സമയമാണ്. ജീവിതത്തിൽ കൊതിച്ചതൊക്കെ നേടിയെടുക്കാൻ തൃക്കേട്ട നക്ഷത്ര ജാതകർക്ക് സാധ്യമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.